ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് BA തേർഡ് സം പേപ്പറായ ഹ്യൂമാനിസം ആൻഡ് ലോജിക് എന്നതിലെ ഫസ്റ്റ് ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് പറഞ്ഞ പോലെ തന്നെ എക്സാം ആയിരുന്നു തന്നെ ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലൊന്ന് വിശദീകരിച്ച് പറഞ്ഞു തരാനാണ് ശ്രമിക്കുന്നത് കേട്ടോ. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതേപോലെ പെയ്ഡ് നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പിന്നെ മുൻ വീഡിയോയിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം. ഈ വീഡിയോയിൽ വേണമെങ്കിലും ഒന്ന് കൊടുക്കാം കേട്ടോ. ഈ സബ്ജക്റ്റ് ഇട്ടതിന് ശേഷം നമ്പർ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എക്സാമോട് അടുപ്പിച്ച് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഡേറ്റ് നീട്ടി കിട്ടിയതുകൊണ്ട് കുറച്ചുകൂടി ക്ലാസ്സുകൾ തരാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, ക്ലാസ്സിലേക്ക് പോവാം. രണ്ടാമത്തെ യൂണിറ്റ്, ഫസ്റ്റ് ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റിൽ ആദ്യം വരുന്നത് കോൺസെപ്റ്റ്സ് ആണ്. ആ യൂണിറ്റിൻ്റെ പേര് തന്നെ കോൺസെപ്റ്റ്സ് എന്നാണ്, ആശയങ്ങൾ അല്ലെങ്കിൽ സങ്കല്പങ്ങൾ എന്നാണ്. അതിൽ ഫസ്റ്റ് നമ്മളോട് അതെന്ന് ചോദിപ്പോൾ 2 മാർക്കിനൊക്കെ ആണെങ്കിൽ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയില്ല. വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് അഹിംസ ഓർ നോൺ വയലൻസ് അക്കോർഡിംഗ് ടു ജൈനിസം എന്നാണ്. അതായത് ജൈനമതം അനുസരിച്ച് അഹിംസ അല്ലെങ്കിൽ അക്രമരാഹിത്യം എന്ന ആശയം എന്താണ് എന്നാണ്. അപ്പം അതിനുത്തരം, എല്ലാ ജീവജാലങ്ങളോടുമുള്ള പെരുമാറ്റത്തിൽ അഹിംസയ്ക്ക് വളരെയേറെ പ്രാധാന്യം നൽകുന്ന പാരമ്പര്യത്തിൽ നിന്നാണ് ജൈനമതം ഉണ്ടായത് തന്നെ. അഹിംസ പാലിക്കുന്നതിൽ ജൈനമതം വളരെയധികം നിഷ്കർഷത പാലിച്ചിരുന്നു. ചെറിയ ജീവികളെ അബദ്ധവശാൽ, അതായത് നമ്മൾ അറിയാതെ എങ്ങാനും ശല്യപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശാസിക്കുന്ന മതമാണെങ്കിൽ അപ്പോൾ പോലും അങ്ങനെ ചെയ്യുമ്പോൾ പോലും വലിയ അതിന് വല പോലെയുള്ള തുണി ഉപയോഗിച്ച് ജൈനന്മാർ എന്ത് ചെയ്തിരുന്നു, വായ മൂടിയിരുന്നു എന്നാണ്. നടക്കുമ്പോൾ ഉറുമ്പുകൾ പോലെയുള്ള ചെറിയ ജീവികളെ കാലിനടിയിൽ ചവിട്ടി മരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ അവരെന്ത് ചെയ്തിരുന്നു, എപ്പോഴും ഒരു തൂവാല കയ്യിൽ കരുതിയിരുന്നു. വിളക്ക് കൊളുത്തിയ ശേഷം അത്താഴം ഒഴിവാക്കുന്നത് ചെറിയ ഈച്ചകൾ ഭക്ഷണത്തിൽ വീഴുന്നത് തടയാനുള്ള ഒരു മുൻകരുതലായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അപ്പോൾ ഇതിനർത്ഥം എന്താണ്? ഇവർ ഉയർത്തിപ്പിടിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത അഹിംസ എന്ന ആദർശത്തോടുള്ള ജൈനരുടെ അർപ്പണബോധമാണ് ഇതെല്ലാം തെളിയിക്കുന്നത്. അതാണ് 2 മാർക്കിനാകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് എഴുതേണ്ടത്. ഇനി അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഐഡിയ ഓഫ് ക്വാളിറ്റി എക്സ്പ്രസ്ഡ് ഇൻ ബഷീർസ് ഷോർട്ട് സ്റ്റോറി ഒരു മനുഷ്യൻ. ബഷീറിൻ്റെ ഒരു മനുഷ്യൻ എന്ന ചെറുകഥയിൽ പറഞ്ഞ സമത്വം എന്ന ആശയം വിശദീകരിക്കുക. 2 മാർക്കിനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. നോക്കുക, ദയ അപൂർവമായ സ്ഥലങ്ങളിൽ, അതായത് ദയ ഉണ്ടാകില്ല എന്ന് കരുതുന്ന സ്ഥലങ്ങളിൽ അനർഹമായ ജീവിതം നയിക്കുന്നവരിലോ പോലും മനുഷ്യത്വം കണ്ടെത്താൻ കഴിയുമെന്ന് ഒരു മനുഷ്യൻ എന്ന കൃതിയിൽ ബഷീർ ഊന്നി പറയുന്നുണ്ട്. എല്ലാ മനുഷ്യരും അവരുടെ സാമൂഹിക പദവിയോ അല്ലെങ്കിൽ പ്രവൃത്തികളോ കണക്കിലെടുക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുകയും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുകയും ചെയ്യുമെന്ന് ഈ കഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്. നായകൻ്റെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയ പോക്കറ്റടി, സഹായം ആവശ്യമുള്ള വ്യക്തിയോടുള്ള ഒരു കരുതൽ, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളൽ, ഇവയെല്ലാം മനുഷ്യത്വം ഒട്ടും സാധ്യതയില്ലാത്ത ആളുകളിൽ, അതായത് മോഷ്ടാക്കളിൽ പോലും കണ്ടെത്താൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു കഥയാണ് ബഷീറിൻ്റെ ഒരു മനുഷ്യൻ എന്നത്. ഇത്രയാണല്ലോ എഴുതേണ്ടത് കേട്ടോ. ഇനി മൂന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ശ്രീനാരായണ ഗുരുസ് വ്യൂസ് ഓൺ കാസ്റ്റ് ആസ് എക്സ്പ്രസ്ഡ് ഇൻ ജാതി ലക്ഷണം ആൻഡ് ജാതി നിർണയം. ജാതി ലക്ഷണം, ജാതി നിർണയം, ഇതാണ് ചോദിക്കുന്നത്. ജാതിയെക്കുറിച്ചുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ വീക്ഷണം ജാതി ലക്ഷണം, ജാതി നിർണയം എന്നീ കൃതികളിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്നാണ്. ഇപ്പോൾ ജാതി നിർണയത്തിലെ മനുഷ്യൻ്റെ ജാതി മാനവികതയാണ് എന്നും ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ തുടങ്ങിയ ജാതി വേർതിരിവുകൾ പ്രായോഗികമല്ലെന്നും ഗുരു ഉറപ്പിച്ച് പറയുന്നുണ്ട്. സ്ഥലവും വംശവും നോക്കാതെ എല്ലാ മനുഷ്യരും ഒരൊറ്റ വിഭാഗത്തിലോ വർഗത്തിലോ പെടുന്നുവെന്നും ജാതി ലക്ഷണത്തിൽ അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. അപ്പോൾ ജാതി മേധാവിത്വം എന്ന ആശയത്തെ നിരാകരിച്ചുകൊണ്ട് വർഗസിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സാർവത്രിക മാനവികതയാണ് അദ്ദേഹം അതിലൂടെ അവതരിപ്പിക്കുന്നത്. 2 മാർക്കിനാകുമ്പോൾ അത്ര എഴുതിയാൽ മതി കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഗാന്ധിസ് പെർസ്പെക്റ്റീവ് ഓൺ എൻവയോൺമെൻറ്റ്. പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ കാഴ്ചപ്പാട് വിശദീകരിക്കാനാണ്. നോക്കുക, മനുഷ്യൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ഗാന്ധിയുടെ കാഴ്ചപ്പാടുകൾ സമഗ്രമാണ്. മനുഷ്യർ പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിക്കുന്നതും ഉൾച്ചേരുന്നതും ഭൂമിയിലെ എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതുമായ ജീവികളായിട്ട് ഗാന്ധിജി കണ്ടു. പാരിസ്ഥിതിക ആശങ്കകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ തത്വചിന്ത സത്യാഗ്രഹം, അഹിംസ, ഗ്രാമസ്വരാജ്, ഉത്തരവാദിത്വം തുടങ്ങിയ ആശയങ്ങളിൽ നമുക്ക് പ്രകടമാണ്.
ലളിതമായ ജീവിതം സ്വീകരിക്കുക, ചെറുകിട പ്രാദേശികാധിഷ്ഠിത ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കുക, മറ്റുള്ളവരുടെയും പ്രകൃതിയുടെയും ആശങ്കകൾ കണക്കിലെടുത്തുകൊണ്ട് പ്രകൃതിയെ സൗഹാർദ്ദപരമായ മാനവിക ജീവിതം നയിക്കുക എന്ന ഉത്തരവാദിത്വം സാർവത്രികമാക്കുക എന്നിവയ്ക്കായിട്ട് ഗാന്ധിജി വാദിച്ചു. ഇത്രയാണ് 2 മാർക്ക് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ബയോസെൻട്രിക് ഇക്വാലിറ്റി ഇൻ ഡീപ്പ് ഇക്കോളജി? ഗഹന പരിസ്ഥിതിയിൽ ജൈവ കേന്ദ്രീകൃത സമത്വത്തിൻ്റെ തത്വം എന്താണ് എന്നാണ്. ഗഹന പരിസ്ഥിതി ശാസ്ത്രത്തിലെ അല്ലെങ്കിൽ ഡീപ്പ് ഇക്കോളജി ശാസ്ത്രത്തിലെ ജൈവ കേന്ദ്രീകൃത സമത്വത്തിൻ്റെ തത്വം എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയുമായിട്ട് പരസ്പര ബന്ധിതമായതുകൊണ്ട് എല്ലാവർക്കും തുല്യ പ്രാധാന്യവും തുല്യ ആന്തരിക മൂല്യവും ഉണ്ട് എന്ന് തിരിച്ചറിയും. ജൈവ കേന്ദ്രീകൃത പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പ്രധാന തത്വം എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയിൽ പരസ്പരാശ്രിതരായിട്ട് തുല്യമായ ബന്ധമുള്ളവരാണ് എന്നതാണ്. മനുഷ്യർക്കുള്ള പ്രത്യേക കഴിവുകളിൽ നിന്ന് മാറി എല്ലാ ജീവജാലങ്ങളുടെയും തുല്യതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു തത്വമാണത്. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെക്കുറിച്ചും ആവാസ വ്യവസ്ഥയിൽ മനുഷ്യരുടെ പങ്കിനെക്കുറിച്ചുമുള്ള ഗഹന പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ കേന്ദ്രം തന്നെയാണ് ഈ തത്വം. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡീപ്പ് ഇക്കോളജി ആൻഡ് ഷാലോ ഇക്കോളജി മൂവ്മെൻറ്റ്സ്. ഗഹന പരിസ്ഥിതി ശാസ്ത്രം അതായത് ഡീപ്പ് ഇക്കോളജിയും ലളിത പരിസ്ഥിതി ചലനങ്ങളും അതായത് ഇക്കോളജി മൂവ്മെൻറ്റ്സും തമ്മിലുള്ള ഷാലോ ഇക്കോളജി മൂവ്മെൻറ്റ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ്. അത് 2 മാർക്കിനുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ആൻസർ പറയുന്നത് കേട്ടോ, ശ്രദ്ധിക്കുക. ലളിത പരിസ്ഥിതി പ്രസ്ഥാനം സൗമ്യമായ പരിഷ്കാരങ്ങൾക്കായി പരിശ്രമിക്കുകയും നരവംശ കേന്ദ്രീകൃത മൂല്യങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്യും. പ്രകൃതിയിൽ മനുഷ്യർക്ക് സാധാരണ മൂല്യം മാത്രമേ ഉള്ളൂ. അതിന് വിപരീതമായിട്ട് പരിസ്ഥിതി സന്തുലിതാവസ്ഥയ്ക്ക് ആവാസ വ്യവസ്ഥയിൽ മനുഷ്യരുടെ പങ്കിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ അഗാധമായ മാറ്റങ്ങൾ ആവശ്യമാണ് എന്ന് ഗഹന പരിസ്ഥിതി പ്രസ്ഥാനം തിരിച്ചറിയുന്നുണ്ട്. ഇത് എല്ലാ ജീവജാലങ്ങളുടെയും ആന്തരിക മൂല്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ മനുഷ്യേതര ജീവജാലങ്ങളുടെയും പ്രകൃതിയുടെയും അഭിവൃദ്ധിക്ക് വേണ്ടി മനുഷ്യ ജനസംഖ്യയിൽ ഗണ്യമായ കുറവ് ഇത് ആവശ്യപ്പെടുന്നുണ്ട്. മനുഷ്യ കേന്ദ്രീകൃതമല്ലാത്ത പരിസ്ഥിതിവാദമാണ് ഈ ഡീപ്പ് ഇക്കോളജി അല്ലെങ്കിൽ ഘന പരിസ്ഥിതിവാദം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് തിയോറോ പെർസ്പെക്റ്റീവ് ഓൺ ഹ്യൂമൻ നേച്ചർ റിലേഷൻഷിപ്പ്? മനുഷ്യ പ്രകൃതി ബന്ധത്തെക്കുറിച്ചുള്ള തോറോയുടെ വീക്ഷണം എന്താണ്? തിയോറോ അല്ലെങ്കിൽ തോറോ 2 രീതിയിൽ വെച്ചിരിക്കാം കേട്ടോ. മനുഷ്യർ ജന്മന പ്രകൃതിയുടെ ഭാഗമാണ് എന്നും അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരല്ലെന്നും തോറോ വിശ്വസിച്ചു. മനുഷ്യരെ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമായി കണക്കാക്കുകയും പ്രകൃതിയെ അരികുവൽക്കരിക്കുക അതായത് ഒറ്റപ്പെട്ടവരായി കാണുകയും ചെയ്യുന്ന നരവംശ കേന്ദ്രീകൃത വീക്ഷണത്തെ അദ്ദേഹം വിമർശിച്ചു. തോറോയുടെ അഭിപ്രായത്തിൽ മനുഷ്യ പ്രകൃതി ബന്ധം സ്ഥിരമല്ല. കാരണം പ്രകൃതി ചിലപ്പോൾ ദയോടെയും ഉദാരമായും മറ്റും ചിലപ്പോൾ അക്രമാസക്തമായും നിസ്സംഗമായും പ്രതികരിക്കാറുണ്ട്. അതായത് പ്രകൃതിയോട് നമ്മൾ എങ്ങനെ അങ്ങോട്ട് നിൽക്കുന്നോ അതിനനുസരിച്ച് പ്രകൃതി നമ്മളോട് ഇങ്ങോട്ട് പെരുമാറുന്നതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ. ഹൗ ഡസ് തോറോ വ്യൂ ദ റെപ്രസെൻറ്റേഷൻ ഓഫ് നേച്ചർ? പ്രകൃതിയുടെ പ്രാധാന്യത്തെ തോറോ എങ്ങനെ വീക്ഷിക്കുന്നു എന്നാണ്. പ്രകൃതിയുടെ പ്രാധാന്യം മഹത്തരമാണ് എന്നാണ് തോറോ വിശ്വസിക്കുന്നത്. കാരണം പ്രകൃതി തന്നെ മഹത്തരമാണ്. അദ്ദേഹത്തിൻ്റെ രചനകളിൽ പക്ഷികൾ, മരങ്ങൾ, മത്സ്യങ്ങൾ, കാടുകൾ മുതലായവയുടെ സ്വാഭാവികവും അനുഭവപരവുമായ വിവരണം അദ്ദേഹം നൽകുന്നുണ്ട്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും പ്രതീകാത്മകമായ മൂല്യമുണ്ട് എന്നും അദ്ദേഹം വിശ്വസിച്ചു. വ്യക്തമായ ചിന്തയ്ക്കും മനുഷ്യേതര ജീവിതത്തിൻ്റെ വൈവിധ്യത്തെ വിലമതിക്കുകയും പ്രകൃതിയുമായി ഉണ്ടാകേണ്ട വ്യക്തിപരവും സംതൃപ്തവുമായ ബന്ധത്തിൻ്റെ ആവശ്യകതയും അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഗാന്ധിയൻ വ്യൂ ഓൺ പോവർട്ടി ആൻഡ് ഇറ്റ്സ് റിലേഷൻ ടു വയലൻസ്? ദാരിദ്ര്യത്തെക്കുറിച്ചും അക്രമവുമായുള്ള അതിൻ്റെ ബന്ധത്തെക്കുറിച്ചുമുള്ള ഗാന്ധിയൻ വീക്ഷണം എന്താണ് എന്നാണ്. നോക്കാം. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ജനങ്ങളുടെ ദാരിദ്ര്യം അത്യാഗ്രഹത്തിൻ്റെ ഫലമാണ്. ലളിതവും സമാധാനപരവുമായ ജീവിതം സ്വീകരിക്കണമെന്ന് അദ്ദേഹം ജനങ്ങളോട് വാദിച്ചു അല്ലെങ്കിൽ ആവശ്യപ്പെട്ടു. അത് അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഇത് ആഗ്രഹങ്ങൾ കുറയ്ക്കുന്നതിനും സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിലൂടെ പ്രകൃതിയെയും വിഭവങ്ങളെയും സംരക്ഷിക്കുന്നതിനും എല്ലാവരെയും സഹായിക്കും. അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളുടെയും പാരിസ്ഥിതിക ആശങ്കകളുടെയും തത്വചിന്ത അഹിംസ അഥവാ മാനവികത എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളത്. ഇനി 2 മാർക്കിന് തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി 2 മാർക്കിന് 10 ചോദ്യം ഞാൻ ഇപ്പോൾ 2 മാർക്കിന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എക്സ്പ്ലെയിൻ ഇത് 10ാമത്തെയാണ്. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് സെൽഫ് റിയലൈസേഷൻ ഇൻ ഡീപ്പ് ഇക്കോളജി. ഗഹന പരിസ്ഥിതിയിൽ അല്ലെങ്കിൽ ഡീപ്പ് ഇക്കോളജിയിൽ ആത്മസാക്ഷാത്കാരം എന്ന ആശയം വിശദീകരിക്കുക എന്നാണ്. ഗഹന പരിസ്ഥിതിയിൽ ആത്മസാക്ഷാത്കാരം എന്നത് പ്രകൃതിയുടെ എല്ലാ ഭാഗങ്ങളുമായിട്ട് സമഗ്രമായ പരസ്പര ബന്ധത്തിൽ നിലനിൽക്കുന്ന ആളുകൾ സ്വയം മനസ്സിലാക്കുന്നൊരു പ്രക്രിയയാണ്.
അതായത് സ്വയം എന്ന് പറയുമ്പോൾ അവിടെ സ്വത്വത്തെ മനസ്സിലാക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇത് വ്യക്തിപരവും സ്വേച്ഛാപരവുമായ താല്പര്യമല്ല, മറിച്ച് എല്ലാ ജീവജാലങ്ങളും മനുഷ്യരും മൃഗങ്ങളും സസ്യലതാദികളും ഉൾപ്പെടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ആത്മാവായിട്ട് സ്വയം മനസ്സിലാക്കലാണ്. ആഴത്തിലുള്ള പരിസ്ഥിതി ശാസ്ത്രത്തെ ആത്യന്തികമായ നന്മ ആത്മസാക്ഷാത്കാരമാണ്. അവിടെ പ്രകൃതി മുഴുവൻ അതിൻ്റെ സ്വത്വവും തിരിച്ചറിയാനും അതിൻ്റെ ഭാഗങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനും ശ്രമിക്കും. ഇത്രയാണ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്കിതിൽ സാധ്യതയുള്ളത്. ഇനി പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതായത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പറയാൻ കേട്ടോ. ഡിസ്കസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഡീപ്പ് ഇക്കോളജി ആൻഡ് ഇറ്റ്സ് ഡിഫറൻസ് ഫ്രം ഷാലോ ഇക്കോളജി ഇൻ ഡീറ്റെയിൽ. അപ്പോൾ നമ്മൾ 2 മാർക്കിന് ആൻസർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ. എന്താണ്? ഗഹന പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെയും തത്വങ്ങളും ലളിത പരിസ്ഥിതി ശാസ്ത്രത്തിൽ നിന്നുള്ളതിൻ്റെ വ്യത്യാസവും വിശദമായിട്ട് ചർച്ച ചെയ്യുക എന്നാണ്. അപ്പോൾ 2 തമ്മിലുള്ള വ്യത്യാസമാണ് കാര്യം ചെയ്യുക. അപ്പോൾ ഒരിക്കൽ പറഞ്ഞതാണ്. അപ്പോൾ അതിൽ കുറച്ചുകൂടി നമുക്ക് ആഡ് ചെയ്ത് ഇതിൽ എഴുതണം. നോക്കുക, ഗഹന പരിസ്ഥിതി 2 ആത്യന്തിക മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ആത്മസാക്ഷാത്കാരവും ജൈവ കേന്ദ്രീകൃത സമത്വവുമാണത്. പ്രകൃതിയുടെ എല്ലാ ഭാഗങ്ങളുമായി സമഗ്രമായ പരസ്പര ബന്ധത്തിൽ നിലനിൽക്കുന്നതായി ആളുകൾ സ്വയം മനസ്സിലാക്കുന്ന ഒരു പ്രക്രിയയാണ് ആത്മസാക്ഷാത്കാരം. ഇത് പ്രകൃതിയിൽ മനുഷ്യനും സർവ്വപ്രാധാന്യം കൊടുത്തുള്ള ഒരു സമീപനമല്ല, മറിച്ച് എല്ലാ ജീവജാലങ്ങളും മനുഷ്യരും മൃഗങ്ങളും സസ്യജാലങ്ങളും ഉൾപ്പെടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ആത്മാവായിട്ട് സ്വയം മനസ്സിലാക്കലാണ്. ഗഹന പരിസ്ഥിതി ശാസ്ത്രത്തിലെ ആത്യന്തിക നന്മ ആത്മസാക്ഷാത്കാരമാണ്. അവിടെ പ്രകൃതി മുഴുവൻ അതിൻ്റെ സ്വത്വം തിരിച്ചറിയാനും അതിൻ്റെ തന്നെ ഭാഗങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനും ശ്രമിക്കും. എല്ലാ ജീവജാലങ്ങളും പരസ്പര ബന്ധിതമായ തുല്യ അംഗങ്ങളാണെന്നും അതിനാൽ അവയ്ക്ക് തുല്യ അസ്തിത്വ മൂല്യമുണ്ടെന്നും ജൈവ കേന്ദ്രീകൃത സമത്വം തിരിച്ചറിയുന്നു. ഈ തത്വം എല്ലാ ജീവജാലങ്ങളുടെയും അസ്തിത്വത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മനുഷ്യ കേന്ദ്രീകൃത സ്വഭാവത്തിൽ നിന്നിത് സ്വതന്ത്രവുമാണ്. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്ക് ആവാസ വ്യവസ്ഥയിൽ മനുഷ്യരുടെ ഗഹന പരിസ്ഥിതി പ്രസ്ഥാനം തിരിച്ചറിയേണ്ടതുണ്ട്. കൂടാതെ മനുഷ്യേതര ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി മനുഷ്യ ജനസംഖ്യയിൽ ഗണ്യമായ കുറവ് വരുത്താൻ ഇത് ബാധിക്കുന്നുണ്ട്. മറുവശത്ത് ലളിത പരിസ്ഥിതി പ്രസ്ഥാനം സൗമ്യമായ പരിഷ്കാരങ്ങൾക്കായിട്ട് പരിശ്രമിക്കുകയും പ്രകൃതിയിൽ മനുഷ്യർക്ക് തുല്യമൂല്യമുള്ളതായി കണക്കാക്കി നരവംശ കേന്ദ്രീകൃത മൂല്യങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്യുന്നു. മനുഷ്യരുടെ പ്രയോജനത്തിനു വേണ്ടി പ്രകൃതി പരിസ്ഥിതിയുടെ കൂടുതൽ കാര്യക്ഷമമായ നിയന്ത്രണവും ക്രമീകരണവും മാത്രമായിട്ടത് പരിഗണിക്കുന്നു. ഇതിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മലിനീകരണത്തിൻ്റെ കാര്യത്തിൽ ലളിത പാരിസ്ഥിതിക സമീപനം വായുവിനെയും ജലത്തെയും ശുദ്ധീകരിക്കാനും മലിനീകരണം തടയാനും ശ്രമിക്കുന്നു. അതേസമയം അത് ഗഹന പരിസ്ഥിതി സമീപനമാണെങ്കിലോ എല്ലാ ജീവജാലങ്ങളും ആവാസ വ്യവസ്ഥയും ഉൾപ്പെടെ മൊത്തത്തിൽ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജൈവ ആഗോള വീക്ഷണകോണിൽ നിന്ന് മലിനീകരണം ഇല്ലാതാക്കാൻ തന്നെ ലക്ഷ്യമിടും. അപ്പോൾ ലളിതമായ രൂപത്തിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതാണ് എന്ത് ലളിത പരിസ്ഥിതി ശാസ്ത്രത്തിൽ വരുന്നത്. എന്നാൽ ആഴത്തിൽ ആഗോളതലത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുമ്പോൾ അതാണ് എന്ത് ഗഹന പരിസ്ഥിതി അല്ലെങ്കിൽ ഡീപ്പ് ഇക്കോളജിയിൽ ഉൾപ്പെടുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇനി 5 മാർക്കിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് അഹിംസ ഓർ നോൺ വയലൻസ് ഇൻ ജൈനിസം. ജൈനമതത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ അതിൻ്റെ ഒരു കുറച്ചുകൂടി അധികം വിശദീകരിക്കുക എന്നല്ല കേട്ടോ. ജൈനമതത്തിലെ അഹിംസ അഥവാ അക്രമരാഹിത്യം എന്ന ആശയം വിശദീകരിക്കുക എന്നാണ്. നൂറ്റാണ്ടുകളായി ജനങ്ങൾക്ക് അധ്യാപകരും വഴികാട്ടികളുമായ നിരവധി തീർത്ഥങ്കരന്മാരുടെ നീണ്ട പാരമ്പര്യത്തിൽ നിന്നാണ് ജൈനമതം രൂപം കൊണ്ടത്. ഈ മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എല്ലാ ജീവജാലങ്ങളോടുമുള്ള അഹിംസക്ക് നൽകിയ പ്രാധാന്യം തന്നെയാണ്. ചെറിയ ജീവികളെ അബദ്ധവശാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ അതിനെന്താണ് മൂക്കിലൂടെ ശക്തിയായി ശ്വസിക്കുന്നത് ഒഴിവാക്കാൻ പലപ്പോഴും ഒരു തുണി ഉപയോഗിച്ച് കെട്ടിയിരുന്നു. വലിയ ശ്വാസം എടുക്കുമ്പോൾ വലിയ ചെറിയ പ്രാണികളൊക്കെ മൂക്കിലേക്ക് കയറുമെന്ന് കരുതിയിട്ട് അത് എന്താ പറയുക നെറ്റ് പോലെയുള്ള തുണിത്തരങ്ങൾ കൊണ്ട് മൂടി കെട്ടിവെച്ചിരുന്നു. ജൈനന്മാർ അഹിംസ പാലിക്കുന്നതിൽ അങ്ങേയറ്റം കർക്കശക്കാരായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു ഉദാഹരണമാണത്. ഉറുമ്പുകൾ പോലെയുള്ള ചെറിയ ജീവികളെ ചവിട്ടുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരെല്ലായ്പ്പോഴും ഒരു തൂവൽ കൈവശം വെച്ചിരുന്നു. ചെറിയ ഈച്ചകൾ വെളിച്ചത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും ഭക്ഷണത്തിലേക്ക് വീഴുകയും ചെയ്യുന്നത് തടയുന്നതിനുള്ള മുൻകരുതൽ നടപടിയായിട്ട് ജൈനന്മാർ വീട്ടിൽ വിളക്ക് കൊളുത്തിയ ശേഷം അത്താഴം കഴിക്കുന്നത് ഒഴിവാക്കി. തങ്ങളുടെ മതത്തിൻ്റെ കാതലായ തത്വമായി ഉയർത്തിപ്പിടിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത അഹിംസ എന്ന ആദർശവാദത്തോടുള്ള ജൈനരുടെ അചഞ്ചലമായ അർപ്പണബോധവും പ്രതിബദ്ധതയുമാണ് ഈ ആചാരങ്ങൾ പ്രകടമാക്കുന്നത്. എത്ര ചെറുതോ നിസ്സാരമോ ആയി തോന്നിയാലും ഒരു ജീവജാലത്തിനും മനഃപൂർവ്വമല്ലാതെ പോലും ഒരു ദോഷവും താൻ കാരണം സംഭവിക്കില്ല എന്ന് ഉറപ്പാക്കാൻ അവർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെ. ഡിസ്കസ് ദ ഐഡിയാസ് ഓഫ് ഇക്വാലിറ്റി ആൻഡ് ഹ്യൂമാനിസം എക്സ്പ്രസ്ഡ് ഇൻ ബഷീർസ് ഷോർട്ട് സ്റ്റോറി ഒരു മനുഷ്യൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ 5 മാർക്കിനാകുമ്പോൾ എത്രത്തോളം എഴുതണം എന്നുള്ളതാണെന്ന് വിശദീകരിക്കാൻ പോകുന്നത് കേട്ടോ. ബഷീറിൻ്റെ ഒരു മനുഷ്യൻ എന്ന കഥയിൽ പറഞ്ഞ സമത്വത്തിൻ്റെയും മാനവികതയുടെ ആശയങ്ങൾ ചർച്ച ചെയ്യുക എന്നാണ്.
ഒരു മനുഷ്യൻ എന്ന കഥയിലൂടെ വൈക്കം മുഹമ്മദ് ബഷീർ മനുഷ്യ മനസ്സിൻ്റെയും സ്വഭാവത്തിൻ്റെയും സങ്കീർണവും അജ്ഞാതവുമായ ആഴങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നുണ്ട്. അന്യ സ്ഥലങ്ങളിലോ അപരിചിത പരിസരങ്ങളിലോ സമൂഹത്തിൽ അയോഗ്യമോ അധാർമികമോ ആയ ജീവിതം നയിക്കുന്ന ആളുകൾ പോലും മാനവികതയുടെ അടിസ്ഥാന സത്തയായ ദയയും അനുകമ്പയും ചില സാഹചര്യങ്ങളിൽ കണ്ടെത്താനും ഉണർത്താനും കഴിയുമെന്ന് ഈ കഥ ഊന്നി പറയുന്നുണ്ട്. ഇപ്പോൾ തുടക്കത്തിൽ തൻ്റെ പേഴ്സ് മോഷ്ടിക്കുന്നതിലൂടെ നായകൻ്റെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നുണ്ട്. പോക്കറ്റടിക്കാരൻ എന്ന കേന്ദ്ര കഥാപാത്രം തൻ്റെ പ്രവൃത്തികൾ ഒരു നിരപരാധിയായ വ്യക്തിയിൽ ഉണ്ടാക്കാനിടയുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കുമ്പോൾ മോഷ്ടാവിന് അല്ലെങ്കിൽ പോക്കറ്റടിക്കാരന് സങ്കോചവും പശ്ചാത്താപവും അനുഭവപ്പെടുന്നുണ്ട്. പോക്കറ്റടിക്കാരൻ ആത്യന്തികമായി തൻ്റെ തെറ്റ് തിരുത്തുവാനും നായകൻ്റെ കഷ്ടപ്പാട് ഏതവസ്ഥയിൽ പോലും മാനവികതയുടെ അല്ലെങ്കിൽ കഷ്ടപ്പാട് ലഘൂകരിക്കാനും തയ്യാറാകുന്നുമുണ്ട്. ഏതുതരം വ്യക്തികളായാലും അവിടെ മാനവികതയുടെ തീപ്പൊരി കത്തിക്കാൻ കഴിയുമെന്നാണ് സംഭവം. അതായത് പോക്കറ്റടിക്കാരനാണെങ്കിലും ആ നായകൻ അത്രത്തോളം പരിതാപകരമായ ഒരു അവസ്ഥയിലാണെന്ന് അറിയുമ്പോൾ അയാളുടെ മനസ്സിൽ തോന്നുന്ന ഒരു ദയ, ഒരു അനുകമ്പം ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതാണ്. അപ്പോൾ അത് മറ്റുള്ളവരെ പരിപാലിക്കുകയും സഹാനുഭൂതി അനുകമ്പയും പുലർത്താനുമുള്ള കഴിവ് കൈവശം വെക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് ആത്യന്തികമായി പ്രചോദിതരാണ് ഈ ആളുകൾ എന്നാണ് ഈ കഥ ചിത്രീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് പോക്കറ്റടിക്കാരൻ തന്നെ സഹായിക്കാൻ തീരുമാനിച്ചത് എന്ന നായകൻ്റെ പ്രാരംഭ ചോദ്യത്തിനുള്ള പ്രതീകാത്മകമായ ഉത്തരമായിട്ട് കഥയിൽ കരുണ എന്ന പദം നിലകൊള്ളുന്നുണ്ട്. മാനവികതയ്ക്കും ദയക്കും സ്ഥലകാലങ്ങളെയും സാഹചര്യങ്ങളെയും മറികടക്കാൻ കഴിയും എന്ന ആശയം വെളിപ്പെടുത്തുന്ന ഒരു കഥയാണ് ബഷീറിൻ്റെ ഒരു മനുഷ്യൻ എന്ന ഈ കഥ. നേരത്തെ പറഞ്ഞ ഒരു ചോദ്യം കൂടി തന്നെ അത് 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഏത് രീതിയിൽ എന്നുള്ള രീതിക്കാണ് കേട്ടോ. എക്സ്പ്ലെയിൻ ശ്രീനാരായണ ഗുരുസ് വ്യൂ ഓൺ കാസ്റ്റ് ആൻഡ് സ്പീഷീസ് ഓഫ് എക്സ്പ്രസ്ഡ് ഇൻ ജാതി കലശം ആൻഡ് ജാതി നിർണയം. ജാതി കലശം, ജാതി നിർണയം എന്നീ കഥകളിലൂടെ അദ്ദേഹത്തിൻ്റെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ നമ്മളോട് ഒന്ന് പെർസ്പെക്റ്റീവിന് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ നമ്മളോട് വിശദീകരിച്ച് ചോദിക്കുകയാണ്. നേരത്തെ നമ്മളോടത് പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമ്മൾ നേരത്തെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ജാതി അധിഷ്ഠിത സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയ മാനവികതയിൽ അധിഷ്ഠിതമായ തത്വചിന്ത കേരളത്തിൽ ഉദയം ചെയ്യുന്നതിൽ ശ്രീനാരായണ ഗുരു നിർണായകമായി പങ്കുവഹിച്ചിട്ടുണ്ട്. ജാതി നിർണയം തൻ്റെ കൃതിയിൽ അദ്ദേഹം ധൈര്യത്തോടെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ്റെ ജാതി മാനവികതയാണ്, അല്ലാതെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രർ തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ജാതീയ വേർതിരിവ് അനുവദിക്കുകയില്ല എന്നാണ്. എല്ലാ മനുഷ്യരും അവരുടെ സാമൂഹിക പദവിയോ ജാതി ബന്ധമോ കണക്കിലെടുക്കാതെ ഒരൊറ്റ ജാതിയിൽപ്പെട്ടവരാണെന്നും ആ ജാതിയാണ് മനുഷ്യത്വം എന്നുമാണ് അതിലൂടെ അദ്ദേഹം വെളിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അവരുടെ ജനനത്തിൻ്റെയോ അല്ലെങ്കിൽ ശാരീരിക ഘടനയുടെയോ കാര്യത്തിൽ അവർ തമ്മിൽ ആന്തരികമായ വ്യത്യാസങ്ങളൊന്നും അദ്ദേഹം പ്രസ്താവിക്കുന്നില്ല. തൻ്റെ മറ്റൊരു കൃതിയായ ജാതി ലക്ഷണത്തിലെ ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെ സന്തതികളെ ജനിപ്പിക്കാൻ കഴിവുള്ള എല്ലാ ജീവജാലങ്ങളും ഒരേ വർഗത്തിൽപ്പെട്ടവരാണ് എന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് ഗുരു ഈ ആശയം കൂടുതൽ വിശദീകരിക്കുന്നുമുണ്ട്. ഈ ജീവശാസ്ത്ര തത്വം അടിസ്ഥാനമാക്കി എല്ലാ മനുഷ്യരും അവരുടെ ഉത്ഭവസ്ഥാനം, വംശം അല്ലെങ്കിൽ ജാതീയത എന്നിവ കണക്കിലെടുക്കാതെ ഒരൊറ്റ വിഭാഗത്തിലോ വർഗത്തിലോ ഉൾപ്പെടുന്നുവെന്ന് അദ്ദേഹം നിഗമനം ചെയ്യുന്നുമുണ്ട്. ഈ വർഗസിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയുള്ള സാർവജനീനമായ മാനവികത എന്ന വിപ്ലവകരമായ ആശയം അവതരിപ്പിക്കുന്നതിലൂടെ നൂറ്റാണ്ടുകളായി കേരളത്തിൻ്റെ സാമൂഹിക ഘടനയിൽ ആഴത്തിൽ വേരൂന്നിയിരുന്ന ജാതി മേൽക്കോയ്മയും ജാതി ശ്രേണിയും അങ്ങനെയുള്ള അനാചാരത്തെ നാരായണ ഗുരു ഫലപ്രദമായിട്ട് വെല്ലുവിളിക്കുകയും നിരാകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൽ നമ്മൾ 5 മാർക്കിനാണെങ്കിൽ അത്രയും കൊടുക്കണം കേട്ടോ. ഇനി ഡിസ്കസ് ഗാന്ധീസ് വ്യൂ ആൻഡ് എൻവയോൺമെൻറ്റൽ കൺസേൺസ് ഓൺ ഹ്യൂമാനിസം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്നിട്ട് 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതേണ്ടത് എന്നുള്ളതാണ് കേട്ടോ. പരിസ്ഥിതി പ്രശ്നങ്ങൾ, മാനവികതയെ കുറിച്ചുള്ള ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകൾ ചർച്ച ചെയ്യുക എന്നാണ്. മനുഷ്യൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും മനുഷ്യരും പ്രകൃതിയും ലോകവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും മഹാത്മാഗാന്ധിയുടെ കാഴ്ചപ്പാടുകൾ അഗാധവും സമഗ്രവും പരസ്പര ബന്ധിതവുമാണ്. അദ്ദേഹം മനുഷ്യരെ കേവലം ഒറ്റപ്പെട്ട വ്യക്തികളായിട്ടല്ല കണ്ടത്, മറിച്ച് പ്രകൃതിയുടെ ഘടനയിൽ തന്നെ പരസ്പരം ഉൾച്ചേർത്തിരിക്കുന്ന ജീവികളായിട്ടാണ്. അതേസമയം അവരുടെ ആത്മീയ സത്തയിലൂടെയും ദിവ്യമായ ബന്ധത്തിലൂടെയും അവർ ഭൗതിക മേഖലയെ മറികടക്കുന്നു. സത്യാഗ്രഹം അല്ലെങ്കിൽ സത്യത്തിൽ ഉറച്ചു നിൽക്കുക, അഹിംസ, ഗ്രാമസ്വരാജ്, ഗ്രാമത്തിൻ്റെ റിപ്പബ്ലിക്, ട്രസ്റ്റിഷിപ്പ്, മറ്റുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, സർവോദയ, അതായത് സമൂഹത്തിലെ എല്ലാവരെയും ശക്തിപ്പെടുത്തുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക, പിന്നെ ഭക്ഷണം, അധ്വാനം, സ്വയം പര്യാപ്തമായ അധ്വാനത്തിൻ്റെ തത്വമാണത്. എന്നിങ്ങനെ അദ്ദേഹം വാദിച്ച വിവിധ ആശയങ്ങളിലൂടെയും തത്വങ്ങളിലൂടെയും ഗാന്ധിജിയുടെ മാനവികതയെക്കുറിച്ചുള്ള തത്വചിന്തയും പാരിസ്ഥിതിക ആശങ്കകളും അഭേദ്യമായിട്ട് ബന്ധിപ്പിക്കുകയും പ്രകടമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാന്ധിജിയുടെ അഭിപ്രായത്തിലെ ജനസംഖ്യയിലെ വലിയൊരു വിഭാഗം അനുഭവിക്കുന്ന ദാരിദ്ര്യം കേവലം സാമ്പത്തിക സാഹചര്യങ്ങളല്ല, മറിച്ച് സ്വാർത്ഥ നേട്ടത്തിന് വേണ്ടി ഭൂമിയുടെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുകയും കൊള്ളയടിക്കുകയും ചെയ്തവർ നടത്തിയ അക്രമത്തിൻ്റെയും അത്യാഗ്രഹത്തിൻ്റെയും നേരിട്ടുള്ള ഫലമാണ്.
ഇങ്ങനെ ചെറുക്കാൻ ലളിതവും ശാസ്ത്രീയവുമായ ഒരു ജീവിതം സ്വീകരിക്കാൻ ഗാന്ധിജി ജനങ്ങളെ പ്രേരിപ്പിച്ചു. ഇത് ഭൗതിക വസ്തുക്കളോടുള്ള ഒരാളുടെ അടുപ്പവും കുറയ്ക്കാൻ സഹായിക്കുക മാത്രമല്ല, സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുകയും ഭൂമിയുടെ പരിമിതമായ വിഭവങ്ങളുടെ ഭാരം കുറയ്ക്കുകയും അതുവഴി എല്ലാവരുടെയും പ്രയോജനത്തിനായി സംരക്ഷിക്കുകയും ചെയ്യുന്നു. കൂടാതെ സ്വദേശി വിഭവങ്ങൾ വിനിയോഗിക്കുകയും സ്വദേശി ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്ന ചെറുകിട സ്വദേശി നിർമ്മിത ഉൽപ്പന്ന രീതികളെ പ്രോത്സാഹിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഇനിയൊരു ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഡീപ്പ് ഇക്കോളജി ആൻഡ് ഇറ്റ്സ് എ ഡിഫറൻസ് ഫ്രം ഷാലോ ഇക്കോളജി ഇൻ ഡീറ്റെയിൽ. അതേ ചോദ്യം തന്നെ, അത്രയും ഭാഗമാണ് ഒരു കോൺസെപ്റ്റ് എന്ന യൂണിറ്റിൽ വരുന്നത്. അതിന് തന്നെ തിരിച്ചു മറിച്ച് 2 മാർക്കിന് 5 മാർക്കിന് എസ് ആയിട്ടൊക്കെയാണ് അതിൽ ചോദിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ പറഞ്ഞത് നമ്മളെന്താണ്, ഡീപ്പ് ഇക്കോളജിയുടെ ഇക്കോളജിയും അതുപോലെ ഷാലോ ഇക്കോസിസ്റ്റവും തമ്മിലുള്ള ഗഹന പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ തത്വങ്ങളും ലളിത പരിസ്ഥിതി ശാസ്ത്രത്തിൽ നിന്നുള്ള അതിനുള്ള വ്യത്യാസവുമാണ് ചോദിക്കുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞതാണല്ലോ, അപ്പോൾ അതൊന്നുകൂടി ഒന്ന് വിശദീകരിക്കാൻ എങ്ങനെയാണ് അതിൽ കുറച്ചുകൂടി പോയിന്റുകൾ ചേർക്കാൻ. ഗഹന പരിസ്ഥിതി ശാസ്ത്രം 2 ആത്യന്തിക മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പറഞ്ഞല്ലോ, ആത്മസാക്ഷാത്കാരവും അതുപോലെ ജൈവ കേന്ദ്രീകൃത സമത്വവുമാണത്. പ്രകൃതിയുടെ മറ്റു ഭാഗങ്ങളുമായിട്ട് സമഗ്രമായ പരസ്പര ബന്ധത്തിൽ നിലനിൽക്കുന്നതായിട്ട് ആളുകൾ സ്വയം മനസ്സിലാക്കുന്ന ഒരു പ്രക്രിയയാണ് ആത്മസാക്ഷാത്കാരം. ഇത് ഏതെങ്കിലും ഒന്നിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ശ്രദ്ധയല്ല, മറിച്ച് എല്ലാ ജീവജാലങ്ങളും മനുഷ്യരും മൃഗങ്ങളും സസ്യങ്ങളും ഉൾപ്പെടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സ്വയം മനസ്സിലാക്കലാണ്. ഗഹന പരിസ്ഥിതി ശാസ്ത്രത്തിലെ ആത്യന്തികമായ നന്മ ആത്മസാക്ഷാത്കാരമാണ്. അവിടെ പ്രകൃതി മുഴുവൻ അതിൻ്റെ സ്വത്വം തിരിച്ചറിയാനും അതിൻ്റെ ഭാഗങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനുമാണ് ശ്രമിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളും തമ്മിൽ പരസ്പര ബന്ധിതമാണെന്നും എല്ലാവരും ഒരുപോലെ തുല്യ അംഗങ്ങളാണെന്നും അത് തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തത്വം എല്ലാ ജീവജാലങ്ങളുടെയും ആന്തരിക മൂല്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. മനുഷ്യർക്ക് മാത്രം പ്രാധാന്യം കൽപ്പിക്കുന്ന പരിസ്ഥിതി പ്രാധാന്യത്തിൽ നിന്ന് സ്വതന്ത്രമാണത്. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്ക് ആവാസ വ്യവസ്ഥയിൽ മനുഷ്യരുടെ പങ്കിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ സമൂലമായ മാറ്റങ്ങൾ ആവശ്യമാണ് എന്ന് ഗഹന പരിസ്ഥിതി ശാസ്ത്രം തിരിച്ചറിയുന്നു. കൂടാതെ മനുഷ്യേതര ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി മനുഷ്യ ജനസംഖ്യയിൽ ഗണ്യമായ കുറവ് വരുത്തണമെന്നും ഇത് വാദിക്കുന്നുണ്ട്. ഇനി അതേപോലെ നമ്മൾ ലളിത പരിസ്ഥിതി അത് പറഞ്ഞിട്ടില്ലല്ലോ. ലളിത പരിസ്ഥിതി പ്രസ്ഥാനം സൗമ്യമായ പരിഷ്കാരങ്ങൾക്കായി പരിശ്രമിക്കുകയും പ്രകൃതിയുടെ ഒരു ഭാഗമാണ് മനുഷ്യനെന്ന് കണക്കാക്കി നരവംശ കേന്ദ്രീകൃത മൂല്യങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്യുന്ന ഒരു സിദ്ധാന്തമാണത്. അവിടെ മനുഷ്യരുടെ പ്രയോജനത്തിന് വേണ്ടി പ്രകൃതിയുടെയും പരിസ്ഥിതിയുടെയും കൂടുതൽ കാര്യക്ഷമമായ നിയന്ത്രണം ക്രമീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് മലിനീകരണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, ലളിത പരിസ്ഥിതി സമീപനം വായുവിനെയും ജലത്തെയും ശുദ്ധീകരിക്കാനും മലിനീകരണം ക്രമാതീതമായിട്ട് കുറയ്ക്കാനും ശ്രമിക്കും. അതേസമയം ഗഹന പരിസ്ഥിതി സമീപനം എല്ലാ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥകളും ഉൾപ്പെടുത്തി മൊത്തത്തിൽ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു ജൈവ ആഗോള വീക്ഷണകോണിൽ നിന്ന് മലിനീകരണം ഇല്ലാതാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. അപ്പോൾ അതിൽ കുറച്ചുകൂടി സെൻറ്റൻസുകൾ ഇങ്ങനെ ചേർത്ത് എഴുതുക. ഇനി ഇതിന്ന് എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്, ഡിസ്കസ് ഹെൻറി ഡേവിഡ് തോറോ വ്യൂ ഓൺ എൻവിയോൺമെൻറ്റൽ കൺസേൺസ് ആൻഡ് ഇസ് ഇമ്പാക്റ്റ് ഓൺ മോഡേൺ പൊളിറ്റിക്കൽ തിങ്കിങ് ആൻഡ് എൻവിയോൺമെൻറ്റലിസം. സപ്പോർട്ട് യുവർ ആൻസർ വിത്ത് റെലവൻറ്റ് എക്സാമ്പിൾസ് ഫ്രം ദ ഗിവൺ മെറ്റീരിയൽസ് എന്നാണ്. അതായത് നമുക്ക് തന്നിട്ടുള്ള മെറ്റീരിയൽസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാരിസ്ഥിതിക ആശങ്കകളെക്കുറിച്ചുള്ള ഹെൻറി ഡേവിഡ് തോറോയുടെ കാഴ്ചപ്പാടുകളും ആധുനിക രാഷ്ട്രീയ ചിന്തയിലും പരിസ്ഥിതിവാദത്തിലും അദ്ദേഹം ചെലുത്തിയ സ്വാധീനവും ചർച്ച ചെയ്യുക. അപ്പോൾ നൽകിയിരിക്കുന്ന പഠന സാമഗ്രി നമുക്ക് തന്നിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് പ്രസക്തമായ ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ വാദഗതികൾ സമർത്ഥിക്കുക എന്നാണ് ചോദ്യം. എസ്സേ ആണ്, ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. പരിസ്ഥിതി ആശങ്കകളെക്കുറിച്ചുള്ള ഹെൻറി ഡേവിഡ് തോറോയുടെ കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്തയുമാണ് നമ്മളോട് ചോദിക്കുന്നത് അല്ലേ. പ്രശസ്ത അമേരിക്കൻ തത്വചിന്തകനും എഴുത്തുകാരനുമായ ഹെൻറി ഡേവിഡ് തോറോ ആധുനിക രാഷ്ട്രീയ ചിന്തയിലും പരിസ്ഥിതിവാദത്തിലും അഗാധവും ശാശ്വതവുമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായ വാൾഡൺ അല്ലെങ്കിൽ ലൈഫ് ഇൻ ദി വുഡ്സ് എന്ന ഗ്രന്ഥം പ്രകൃതിയോടുള്ള അദ്ദേഹത്തിൻ്റെ അഗാധമായ ആദരവിൻ്റെയും പ്രകൃതിയുമായി പൊരുത്തപ്പെട്ട് ലളിതവും സുതാര്യവുമായ ജീവിതം നയിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെയും ഒരു തെളിവാണ്. വാൾഡൺ തടാകത്തിനടുത്ത് സ്വയം നിർമ്മിച്ച ഒരു ക്യാബിനിൽ ഏകദേശം 2 വർഷവും 2 മാസവും ഏകാന്തതയിൽ താമസിച്ച തോറോയുടെ വാൾഡൺ പരീക്ഷണം പ്രകൃതി നൽകുന്ന പാഠങ്ങൾ മനസ്സിലാക്കാനും അതിൽ നിന്ന് പഠിക്കാനുമുള്ള ബോധപൂർവമായ ഒരു ശ്രമമായിരുന്നു. ഈ അനുഭവത്തിലൂടെ പരിസ്ഥിതിയിൽ അന്തർലീനമായ മൂല്യത്തോടും സൗന്ദര്യത്തോടും അദ്ദേഹം അഗാധമായ മതിപ്പും എല്ലാ ജീവജാലങ്ങളെയും പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള അറിവും ധാരണയും അദ്ദേഹം വികസിപ്പിച്ചു.
ജീവനുള്ള ഭൂമിക്ക് അതിൻ്റേതായ ഒരു ജീവിതമുണ്ട്. വ്യക്തിഗത സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും നിലനിൽപ്പിനെ അത് മറികടക്കുന്നു എന്നാണ് തോറോയുടെ കേന്ദ്ര വിശ്വാസങ്ങളിൽ ഒന്ന്. പരിസ്ഥിതിയുടെ മൂല്യം തിരിച്ചറിയുകയും ബഹുമാനിക്കുകയും ചെയ്താൽ മനുഷ്യജീവിതത്തെ സമ്പന്നമാക്കാൻ കഴിയുന്ന മൂല്യങ്ങളുടെ ഒരു ശേഖരമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും? അദ്ദേഹം പരിസ്ഥിതിയെ വീക്ഷിച്ചു. മനുഷ്യരെ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രത്തിൽ നിർത്തുകയും പ്രകൃതിയെ അരികുവൽക്കരിക്കുകയും ആത്യന്തികമായിട്ട് അല്ലെങ്കിൽ ഭൂമിയെ ചൂഷണം ചെയ്യുകയും ഇതര ജീവജാലങ്ങളെ ദുരിതത്തിലേക്ക് നയിക്കുകയും മനുഷ്യപ്രപഞ്ചത്തിൻ്റെ കേന്ദ്രത്തിൽ സ്ഥാപിക്കുകയും പ്രകൃതിയെ അരികുവൽക്കരിക്കുകയും ചെയ്യുന്ന നരവംശ കേന്ദ്രീകൃത ലോകവീക്ഷണത്തിൻ്റെ കടുത്ത വിമർശകനായിരുന്നു തോറോ. മനുഷ്യർ പ്രകൃതിയിൽ നിന്ന് വ്യത്യസ്തരല്ല, മറിച്ച് പരിസ്ഥിതിയുടെ അവിഭാജ്യ നിവാസികളും ഘടകങ്ങളുമാണ് എന്ന് തോറോ ഊന്നി പറഞ്ഞു. പ്രകൃതിയോടൊപ്പം സമയം ചെലവഴിക്കുന്ന വ്യക്തികളെ സമൂഹം വെറും ജീവിതവൃത്തിക്കാരായി കണക്കാക്കുമ്പോൾ വ്യക്തിപരമായ നേട്ടത്തിനായി പ്രകൃതിയെ എല്ലായ്പ്പോഴും നശിപ്പിക്കുന്നവരെ മികച്ച പൗരന്മാരായിട്ട് ആഘോഷിക്കുന്നുവെന്ന വിരോധാഭാസത്തെക്കുറിച്ചും അദ്ദേഹം വിലപിച്ചിട്ടുണ്ട്. വർദ്ധിച്ച സമ്പത്തും സാമ്പത്തിക ഉപഭോഗവും യഥാർത്ഥ സന്തോഷം ഉറപ്പു നൽകുന്നില്ലെന്നും അത് തനതായ പ്രകൃതിയുടെ സൗന്ദര്യത്തെക്കാളും ഐക്യത്തെക്കാളും താഴ്ന്ന നിലയിലുള്ളതാണ് എന്നും തോറോ വിശ്വസിച്ചു. തൻ്റെ രചനകളിലൂടെ പക്ഷികൾ, മരങ്ങൾ, മത്സ്യങ്ങൾ, വനങ്ങൾ എന്നിവയുടെ സത്ത സൂക്ഷ്മമായ കണ്ണോടെയും കാവ്യാത്മക സംവേദനക്ഷമതയോടും പകർത്തിക്കൊണ്ട് തോറോ പ്രപഞ്ചത്തിൻ്റെ വ്യക്തവും അനുഭവവേദ്യവുമായ വിവരണങ്ങൾ നൽകി. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഒരു പ്രതീകാത്മകമായ മൂല്യമുണ്ടെന്നും അവയ്ക്ക് ചുറ്റുമുള്ള മനുഷ്യേതര ജീവിതത്തിൻ്റെ വൈവിധ്യമാർന്ന സ്വഭാവങ്ങളെ വിലമതിക്കാനും സംരക്ഷിക്കാനും മനുഷ്യർക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നും അദ്ദേഹം വിശ്വസിച്ചു. ആധുനിക രാഷ്ട്രീയ ചിന്തയിലും പരിസ്ഥിതിവാദത്തിലും തോറോയുടെ സ്വാധീനം നമുക്ക് അല്ലെങ്കിൽ വിലമതിക്കാനാവില്ല. പ്രകൃതി സംരക്ഷണത്തെക്കാൾ ഭൗതിക സമ്പത്ത് മുൻഗണന നൽകിയ മുതലാളിത്ത വ്യാവസായിക സമൂഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിമർശനം സമകാലിക പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങളുമായിട്ട് ശക്തമായിട്ട് ചേർന്ന് നിൽക്കുന്നുമുണ്ട്. പ്രകൃതി പരിസ്ഥിതിയുമായിട്ട് വ്യക്തിപരവും സംതൃപ്തവുമായ ബന്ധത്തിനുള്ള അദ്ദേഹത്തിൻ്റെ ആഹ്വാനം പ്രകൃതിയുമായുള്ള അടുത്ത ബന്ധത്തിലൂടെ വ്യക്തമായ ചിന്തയും ആത്മീയ നവീകരണവും നേടാനാകുമെന്ന അദ്ദേഹത്തിൻ്റെ വിശ്വാസവും ലോകമെമ്പാടുമുള്ള വ്യക്തികളെയും സമൂഹങ്ങളെയും വളരെയധികം പ്രചോദിപ്പിച്ചിട്ടുണ്ട്. തോറോയുടെ പാരമ്പര്യം ദേശീയ അതിരുകൾ മറികടന്ന് ആശയങ്ങളും തത്വചിന്തകളും ലോകമെമ്പാടുമുള്ള വിവിധ സംസ്കാരങ്ങളിലും അതുപോലെ തന്നെ അതുപോലെ നിസ്സഹകരണത്തിനും അന്യായമായ നിയമങ്ങൾക്കുമൊക്കെ സഹസ്രാബ്ദങ്ങൾക്കുമെതിരായ ഹിംസാത്മക ചെറുത്തുനിൽപ്പിനുമൊക്കെ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ മഹാത്മാഗാന്ധി, മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ തുടങ്ങിയ നേതാക്കളെ പിൽക്കാലത്ത് പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിൽ കാര്യമായിട്ട് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യനും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഹെൻറി ഡേവിഡ് തോറോയുടെ അഗാധമായ ഉൾക്കാഴ്ചകൾ ലാളിത്യത്തിൻ്റെയും അധികാരത്തിൻ്റെയും ജീവിതം നയിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ പ്രതിബദ്ധത, എല്ലാ ജീവജാലങ്ങളോടും ആന്തരിക മൂല്യത്തിലുള്ള പ്രപഞ്ചത്തിലുള്ള വിശ്വാസം എന്നിങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെയാണ് മുന്നോട്ട് വെക്കുന്നത്. ഇനി ഒരു എസ്സേ ക്വസ്റ്റ്യൻ കൂടി ഇതിൽ നിന്ന് നമുക്ക് നോക്കട്ടെ. ഒരു എസ്സേ ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞു. Elucidate the principles of deep ecology and how they differ from the shallow ecology movement. എന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ. Provide relevant examples from the given material support your answer. അതായത് ഗഹന പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ തത്വങ്ങളും അതുപോലെ തന്നെ ആ തത്വങ്ങൾ ലളിത പരിസ്ഥിതി പ്രസ്ഥാനത്തിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നും ഉദാഹരണ സഹിതം വിശദീകരിക്കുക എന്നാണ്. നോർവീജിയൻ തത്വചിന്തകനായ ആർനെ നാസ് തുടക്കമിട്ട ഗഹന പരിസ്ഥിതി പ്രസ്ഥാനം പരമ്പരാഗത പാരിസ്ഥിതിക തത്വചിന്തയിൽ നിന്നും സമ്പ്രദായത്തിൽ നിന്നും സമൂലമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. മനുഷ്യരെ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രത്തിൽ നിർത്തുകയും പ്രകൃതിയെ മനുഷ്യൻ്റെ നേട്ടത്തിനായി ചൂഷണം ചെയ്യുകയും ചെയ്യേണ്ട വെറും ഒരു ഉപഭോഗ വിഭവമായി കാണുകയും ചെയ്യുന്ന നരവംശ കേന്ദ്രീകൃത ലോകവീക്ഷണത്തെ ഗഹന പരിസ്ഥിതി ശാസ്ത്രം എതിർക്കുന്നുണ്ട്. പകരം ഇത് സമഗ്രവും പരിസ്ഥിതി കേന്ദ്രീകൃതവുമായൊരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്നുമുണ്ട്. അവിടെ മനുഷ്യർ പ്രകൃതിയേക്കാൾ വേറിട്ടതോ ശ്രേഷ്ഠമോ എന്നതിന് പകരം വിശാലമായ പരിസ്ഥിതിയുടെ ഒരു ഘടകമായിട്ട് മാത്രമാണ് മനുഷ്യരെ കാണുന്നത്. ഗഹന പരിസ്ഥിതി 2 അടിസ്ഥാന മാനദണ്ഡങ്ങളിലാണ് കഴിയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ഏതാണെങ്കിലാണ് ആത്മസാക്ഷാത്കാരവും ജൈവ കേന്ദ്രീകൃത സമത്വവുമാണ്. പരിസ്ഥിതിയുടെ മറ്റ് ഘടകങ്ങളുമായിട്ട് അഗാധവും സങ്കീർണവുമായ പരസ്പര ബന്ധത്തിൽ നിലനിൽക്കുന്നതുകൊണ്ട് വ്യക്തികൾ സ്വയം മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ആത്മസാക്ഷാത്കാരം. ഈ ആശയം വ്യക്തിഗത സ്വത്വത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനപ്പുറത്തേക്ക് വ്യാപിക്കുന്നുണ്ട്. മാത്രവുമല്ല, മനുഷ്യർ, മൃഗങ്ങൾ അല്ലെങ്കിൽ സസ്യജാലങ്ങൾ തുടങ്ങി എല്ലാത്തരം ജീവജാലങ്ങളെയും ഉൾക്കൊള്ളുന്ന സമഗ്രമായ അസ്തിത്വമായിട്ട് സ്വയം മനസ്സിലാക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഗഹന പരിസ്ഥിതിയിലെ ആത്യന്തിക ലക്ഷ്യം അല്ലെങ്കിൽ മികവ് ആത്മസാക്ഷാത്കാരമാണ്. അതിൽ പ്രകൃതിയുടെ എല്ലാ ഘടകങ്ങളും അതത് ഭാഗങ്ങളും
വളരെ പൊരുത്തപ്പെട്ടുകൊണ്ട് അവരവരുടെ യാഥാർത്ഥ്യ സ്വത്വം തിരിച്ചറിയാനും യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. രണ്ടാമത്തെ തത്വമായ ജൈവ കേന്ദ്രീകൃത സമത്വം എല്ലാ ജീവജാലങ്ങളും അവയുടെ വർഗമോ രൂപമോ പരിഗണിക്കാതെ സങ്കീർണവും പരസ്പര ബന്ധിതവുമായി പ്രകൃതിയിൽ തുല്യ അംഗങ്ങളാണെന്നും അതിനാൽ എല്ലാവർക്കും തുല്യ പ്രാധാന്യമുണ്ട് എന്നും തിരിച്ചറിയുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ എവിടെയാണ്? DP കോളേജിലാണ്. ഇനി ലളിത പരിസ്ഥിതി പ്രസ്ഥാനത്തിലാണെങ്കിലോ അവിടെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകത അംഗീകരിക്കുന്നുണ്ടെങ്കിലും പാരിസ്ഥിതിക തകർച്ചയുടെ മൂലകാരണങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ പരാജയപ്പെടുകയും നരവംശ കേന്ദ്രീകൃത ലോകവീക്ഷണത്തിൻ്റെ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒന്നാണത്. ഈ പ്രസ്ഥാനം സൗമ്യമായ പരിഷ്കാരങ്ങൾക്കായി പരിശ്രമിക്കുകയും പ്രകൃതിയിൽ മനുഷ്യർക്കുള്ള പ്രാധാന്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നരവംശ കേന്ദ്രീകൃത മൂല്യങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്യുന്നു. മനുഷ്യേതര ജീവിതത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്നതിനു പകരം മനുഷ്യരുടെ പ്രയോജനത്തിനായിട്ട് പ്രകൃതിയുടെയും പരിസ്ഥിതിയുടെയും കാര്യക്ഷമമായ നിയന്ത്രണത്തിലും സംവിധാനത്തിലുമാണിത് പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ അതിന് ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ ഇനി പറയണ്ടല്ലോ, മലിനീകരണത്തിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ. ഇപ്പോൾ പരിസ്ഥിതി സന്തുലിതാവസ്ഥയുടെ യഥാർത്ഥ അവസ്ഥ കൈവരിക്കുന്നതിന് ആവാസ വ്യവസ്ഥയിൽ മനുഷ്യരുടെ പങ്കിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ അഗാധമായ മാറ്റങ്ങൾ ആവശ്യമാണ് എന്ന് ഗഹന പരിസ്ഥിതി പ്രസ്ഥാനം തിരിച്ചറിയുന്നുണ്ട്. മനുഷ്യ ജനസംഖ്യയിൽ ഗണ്യമായ കുറവ് വരുത്താനും എല്ലാ ജീവജാലങ്ങളോടും സുസ്ഥിരതയുടെയും ബഹുമാനത്തിൻ്റെയും തത്വങ്ങൾ പലപ്പോഴും വിരുദ്ധമായ നമ്മുടെ നിലവിലെ സാമ്പത്തിക സാങ്കേതിക പ്രത്യയശാസ്ത്ര ഘടകങ്ങളുടെ പുനർമൂല്യനിർണ്ണയത്തിനും ഇത് ബാധിക്കുന്നുണ്ട്. പരിസ്ഥിതിയുടെ സമൃദ്ധിയും വൈവിധ്യവും ആന്തരിക മൂല്യങ്ങളുടെ സാക്ഷാത്കാരത്തിന് കാരണമാകുന്നു എന്നും അവ പരിപാലിക്കപ്പെടേണ്ടതും സംരക്ഷിക്കപ്പെടേണ്ടതുമാണെന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള മൂല്യങ്ങളാണ് എന്നുള്ള തിരിച്ചറിവുമാണ് നമുക്ക് ഗഹന പരിസ്ഥിതി ശാസ്ത്രം നൽകുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗഹന പരിസ്ഥിതി പ്രസ്ഥാനം മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയുടെ സമൂലമായ മാറ്റത്തെ പ്രതിനിധീകരിക്കുന്നു. പ്രകൃതിയെക്കുറിച്ചുള്ള തികച്ചും സാധാരണമായ കാഴ്ചപ്പാടിനപ്പുറത്തേക്ക് നീങ്ങാനും എല്ലാത്തരം ജീവജാലങ്ങളുടെയും അവയുടെ അന്തർലീനമായ മൂല്യത്തിനായിട്ട് വിലമതിക്കാനും ബഹുമാനിക്കാനും ചെയ്യുന്ന അല്ലെങ്കിൽ കഴിയുന്ന ഒരു കൂടുതൽ സമഗ്രവും സ്വീകാര്യവുമായ കാഴ്ചപ്പാട് സ്വീകരിക്കാനാണ് നമ്മളോട് ഗഹന പരിസ്ഥിതി പ്രസ്ഥാനം ആവശ്യപ്പെടുന്നത്. മറ്റത് മനുഷ്യ കേന്ദ്രീകൃതമാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇത്രയാണ് ഇതിൽ നിന്ന് വരുന്നത്. ഓക്കെ, താങ്ക്സ്.